ഹിമാലയത്തിൽ ആ മനോഹരമായ താഴ്വരയിൽ തപോഭൂമിയുടെ എല്ലാ വൈശിഷ്ട്യങ്ങളും അനുഭവിച്ച് കാളിദാസൻ കഴിഞ്ഞു. ഗംഗയിലെ സ്നാനം ശരീരത്തിന് ദിവ്യമായ ശക്തി നൽകി. സന്യാസിവര്യന്മാരുടെ ശിക്ഷണത്തിലൂടെ യോഗവിദ്യയുടെയും വിവിധ വിജ്ഞാനശാഖകളുടെയും പടവുകൾ കയറുമ്പോൾ കാളിദാസന്റെ മനസ്സ് ആർഷസംസ്കൃതിയുടെ അപാരമായ കഴിവുകളിൽ അത്ഭുതപ്പെടുകയായിരുന്നു. ഋഷിമാർ ഋതുക്കളെയും കാലത്തെയും അറിയുന്നതെങ്ങനെയെന്ന് മനസ്സിലാക്കി. സൂര്യചന്ദ്രന്മാരുടെ ഗമനപഥം അറിയുന്നതെങ്ങനെയാണെന്നും നവഗ്രഹങ്ങൾക്ക് പ്രപഞ്ചജീവിതത്തിലുള്ള സ്വാധീനം മനസ്സിലാക്കുന്നതെങ്ങനെയെന്നും പഠിച്ചറിഞ്ഞു. കാലത്തെ ദക്ഷിണായനം, ഉത്തരായനം, ഋതു, മാസം, ദിനം എന്നെല്ലാം വിഭജിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനമറിഞ്ഞു. ദിവസത്തെ യാമങ്ങളും നാഴിക വിനാഴികകളുമായി അറിയുന്നതെങ്ങനെയെന്ന് പഠിച്ചു. മഹർഷി മഹാത്രേയന്റെ ആശ്രമത്തിൽ കുറേ ദിവസങ്ങൾ താമസിച്ച ശേഷം ഋതു അനുകൂലമായപ്പോൾ ഗുരു ശാലിഭദ്രൻ കാളിദാസനെ യാത്രയാകാൻ സമയമായി എന്നറിയിച്ചു. ഹിമവൽ ശൃംഗങ്ങളിലെ പുണ്യാശ്രമങ്ങളിലേക്ക് യാത്രയാകുവാൻ അവരോടൊപ്പം പല സന്യാസിമാരും ഉണ്ടായിരുന്നു. എന്നാൽ സന്യാസി സംഘത്തോടൊപ്പം കൗമാരം വിട്ടുമാറാത്ത യുവാവായി കാളിദാസൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാഗാധിരാജായ നമാമ്യഹം എന്ന് പറഞ്ഞ് കൊടിമുടികളെ നോക്കി വണങ്ങി കാലടികൾ മുന്നോട്ട് വച്ച കാളിദാസനോട് എല്ലാവർക്കും വിശേഷിയാൽ വാത്സല്യം തോന്നി. മുന്നിൽ ഉത്തുംഗശൃംഗങ്ങളുടെ മനോഹാരിത കണ്ട് കാളിദാസന്റെ മനസ്സിൽ കുളിരുകോരി. എണ്ണിയാലൊടുങ്ങാനാവാത്ത മഹാശൃംഗങ്ങൾ, അവയ്ക്കിടയിലൂടെ അഗാധതയിൽ പ്രവഹിക്കുന്ന ഭാഗീരഥി. മലമടക്കുകളിലെ ഇടുങ്ങിയ നടപ്പാതയിലൂടെ നടക്കവേ കാളിദാസന് പ്രകൃതിയുടെ വൈവിധ്യമാർന്ന മുഖം താൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതിലും പ്രതീക്ഷിച്ചതിലും എത്രയോ മനോഹരവും അതേസമയം ഭയജനകവുമായി അനുഭവപ്പെട്ടു. മലമടക്കുകളിലൂടെ കാൽച്ചുവട് ഉറപ്പിക്കാൻ മാത്രം ഇടമുള്ള പാതയിലൂടെ ഋഷീശ്വരന്മാർ എന്തിനാണ് ഹിമാലയത്തിലേക്ക് പോകുന്നതെന്ന് കാളിദാസന്റെ മനസ്സിൽ സന്ദേഹം തോന്നുന്നുണ്ടായിരുന്നു. ചില പ്രദേശങ്ങൾ കാളിദാസന് പുതിയ അനുഭവമായി. മനോഹാരിത ആസ്വദിച്ച് മുന്നോട്ട് നടക്കവേ ഇതിനു മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സൗന്ദര്യം അവിടെ പരക്കുന്നതായി കാളിദാസൻ തിരിച്ചറിഞ്ഞു. ഗുരു ശാലിഭദ്രനോട് ചോദിച്ചു, ഗുരു, ഈ അനിർവചനീയമായ സൗരഭ്യം ഇവിടെ അനുഭവപ്പെടുന്നതെന്താണ്? ഏതു പുഷ്പമാണ് ഈ സൗരഭ്യം പരത്തുന്നത്? ഇത് പുഷ്പങ്ങളുടെ ഗന്ധമല്ല. ചുറ്റുപാടും കണ്ണോടിച്ചിട്ട് ശാലിഭദ്രൻ പറഞ്ഞു, അതാ, അത് നോക്കൂ. ആ സരള വൃക്ഷത്തിൽ നിന്നും പാൽ പോലെയുള്ള കറ ഒഴുകുന്നത് കണ്ടോ? ഏതോ ഗജവീരൻ അതിൽ ചാരി ശരീരം ചൊറിഞ്ഞതായിരുന്നു. ആ വൃക്ഷത്തിൽ മുറിവുണ്ടായി അതിൽ നിന്നും ഒഴുകുന്ന ആ കറയുടെ ഗന്ധമാണ് ഇവിടെയാകെ പരക്കുന്നത്. കാളിദാസൻ അത്ഭുതപ്പെട്ടു. ഗന്ധം പരത്തുന്ന പൂക്കളുടെ മനോഹാരിതയും ഗന്ധത്തിൻ്റെ ആസ്വാദ്യതയും ഒക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു അനുഭവം ആദ്യമായാണ്. പല വൃക്ഷങ്ങളുടെയും കറകൾ കണ്ടിട്ടുണ്ട്. ചിലവയുടെ നാമമാത്രമായ ഗന്ധവും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ അസ്വാസ്ഥ്യത മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ അലൗകികത അനുഭവിച്ചിട്ടില്ല. ഭാഗീരഥിയുടെ പ്രവാഹം കണ്ടിട്ടും കാളിദാസന് മതിയാകുന്നുണ്ടായിരുന്നില്ല. ഉയർന്ന പർവ്വത പ്രദേശത്തു നിന്നും താഴോട്ട് പതിക്കുന്ന ഇടങ്ങളിൽ തുഷാരബിന്ദുക്കളായി ജലം ചുറ്റുപാടും പാറിപ്പറക്കുന്നു. ദേവതാരുക്കളുടെ ഇലകളിൽ തിങ്ങി നിന്ന തുഷാരബിന്ദുക്കൾ സൂര്യരശ്മികൾ തട്ടി പ്രതിഫലിച്ച് മനോഹരമായ വിരുന്നൊരുക്കി. ഒരു ഗുഹയിൽ വിശ്രമിക്കുമ്പോൾ മഹർഷിമാരിൽ ഒരാൾ വ്യാസൻ മഹാഭാരതം രചിച്ച കഥ പറഞ്ഞു. തുടർന്ന് മുന്നോട്ടുള്ള യാത്രക്കിടയിൽ പല ഋഷിമാരും സംഘത്തിൽ ചേരുകയും ചിലർ കൂടുതൽ വിശ്രമം വേണമെന്നു കണ്ട് താവളത്തിൽ തങ്ങുകയും ചെയ്തു. മറ്റൊരു പ്രദേശത്തെത്തിയപ്പോൾ വീണ്ടും സുഗന്ധം പരക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മുമ്പ് അനുഭവപ്പെട്ട സുഗന്ധമല്ല ഇത്. ഇത് തികച്ചും വ്യത്യസ്തമാണ്. മഹർഷി, ഇതെന്താണ് ഈ അപൂർവഗന്ധം? ഇതും ഏതെങ്കിലും വൃക്ഷത്തിൽ നിന്നും പുറപ്പെടുന്നതാണോ? അല്ല ദാസ, ഇത് കസ്തൂരിയുടെ ഗന്ധമാണ്. അത് നോക്കൂ. കസ്തൂരിമാനുകളുടെ കൂട്ടം മലഞ്ചെരുവുകളിൽ മെഞ്ഞു നടക്കുന്നു. അവയുടെ നാഭിയിലാണ് കസ്തൂരിയുള്ളത്. കാളിദാസൻ ഈ അത്ഭുതങ്ങളെ ചമ്പയിലെ പ്രകൃതിയുമായി തുലനം ചെയ്യാൻ ശ്രമിച്ചു. അവിടെയും വിചിത്രങ്ങളും അത്ഭുതം ജനിപ്പിക്കുന്നതുമായ പലതുമുണ്ട്. പക്ഷേ ഈ അനുഭവങ്ങൾ അവർണ്ണനീയം തന്നെ. ചിലയിടങ്ങളിൽ മുന്നോട്ടുള്ള പ്രയാണം അവസാനിക്കുകയാണെന്ന് തോന്നി.
മുന്നോട്ടു പോകാൻ യാതൊരു നിവൃത്തിയുമില്ല എന്ന വിധം പർവ്വതം ഉയർന്നു നിന്നു. വഴിയടച്ചു നിൽക്കുന്ന പാറക്കെട്ടുകൾ. എന്നാൽ ഋഷിമാർ ചില പാറക്കെട്ടുകൾക്ക് പിന്നിലേക്ക് നടന്ന് മുന്നോട്ട് കാലുകൾ വയ്ക്കാൻ ഇടം കണ്ടെത്തി. ഓരോ കൊടുമുടി കയറുമ്പോഴും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുന്ന പ്രതീതിയാണുണ്ടായത്. ദൂരെ കൊടുമുടികൾക്കുമേൽ ധവളിമ സൂര്യകിരണങ്ങളേറ്റ് തിളങ്ങുന്നത് ഋഷിമാർ കാളിദാസന് കാട്ടിക്കൊടുത്തു.